വിശ്വസിക്കുമെങ്കിൽ, ദൈവത്തിനൊരവസരം കൊടുക്കുമെങ്കിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകും. ശത്രുക്കൾ മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്, മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങളെ കണ്ണിൽ നോക്കി പറയുന്ന ഒരു ദൈവിക ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരും ഒരിക്കൽ കൂടെ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസം നമ്മൾ കർത്താവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു, കർത്താവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ദൈവം ഉറപ്പായിട്ടും നമ്മുടെ മധ്യയിൽ വന്ന് തൻ്റെ അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം ഉറപ്പായിട്ടും നമ്മുടെ മധ്യയിൽ വന്ന് തൻ്റെ വീരപ്രവൃത്തികൾ ചെയ്യും. സോ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും തയ്യാറെടുക്കാം, കാത്തിരിക്കാം. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഒരു കോ സ്പോൺസറുണ്ട്, ഒമാനിൽ നിന്ന് അജി ആൻഡ് ലെമന. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ഫാമിലിക്ക് വേണ്ടപ്പെട്ട രണ്ടുപേരാണ്. ഈ കുടുംബത്തെ നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ലൈഫിൽ കർത്താവെ, ഇവരുടെ ഭാവിയിൽ കർത്താവെ ഒരു പുനഃസ്ഥാപനമുണ്ടാകട്ടെ. എസ്പെഷ്യലി മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ ദൈവമേ വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നഷ്ടപ്പെട്ടു പോയ സകല കാര്യങ്ങളും തിരികെ പിടിക്കുവാനുള്ള ഒരു വലിയ കൃപ ഇവരുടെ മേൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളപ്പോൾ തന്നെ ഞങ്ങൾ ഇവരെ ബ്ലെസ് ചെയ്യുന്നു. കർത്താവെ, ഇവർ ആരംഭിക്കുന്ന പുതിയ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ലെറ്റ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ദി ലോർഡ് ബി അപ്പോൺ ദിസ് ന്യൂ വെഞ്ചർ. അപ്പോൾ തന്നെ എല്ലാ സഭകളും ക്രിസ്തുവിലുള്ള ഐക്യതയിൽ വളരുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ് ഫോർ ലിസ്ണിംഗ് ടു അവർ പ്രേയർ. ഇൻ ജീസസ് നെയിം വി പ്രേ. അമേൻ, അമേൻ, അമേൻ. ഗോഡ് ബ്ലെസ് യു. ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ ഒരുമിച്ച് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഈ സൺഡേ എക്സാം ബ്ലെസ്സിങ് പ്രെയർ നടക്കുന്നു. അതിലേക്ക് എല്ലാവരും വന്ന് ചേരുക. എസ്പെഷ്യലി നിങ്ങളുടെ മക്കളെ കൊണ്ടുവരിക. റൈറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, പെൻസിൽ, പെൻ, നോട്ട്ബുക്സ് ഇതെല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരാം. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായി തീരാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക്. ഇന്ന് ഫെബ്രുവരി 12 വ്യാഴം. നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ ഒന്ന് നോക്കാമോ? ഫോക്കസ് വേർഡ് എന്താണ് എഴുതിയിരിക്കുന്നത്? ഡിവൈൻ ഇൻ്റർവെൻഷൻ, ദൈവികമായ ഇടപെടൽ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് മുന്നോട്ട് എന്ത് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ നോക്കി പറയാം, ദൈവികമായൊരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. വിശ്വസിച്ചോ? അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആ കമൻറ്റ് സെക്ഷനിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിലൊക്കെ കാണുന്നവരൊന്ന് ടൈപ്പ് ചെയ്തിടുക, ഡിവൈൻ ഇൻ്റർവെൻഷൻ. കമൻറ്റ് അടിക്കുക, ഡിവൈൻ ഇൻ്റർവെൻഷൻ, ദൈവികമായ ഇടപെടൽ. പുറപ്പാട് പുസ്തകം 14 ഒരു ഫാൻസി നമ്പറാണ്. എക്സോഡസ് 14 and verse number 14. The Lord will fight for you. You need only to be still. സൂപ്പർ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി, യഹോവ നിങ്ങൾക്ക് വേണ്ടി പൊരുതും. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യു നീഡ് ഓൺലി ടു ബി സ്റ്റിൽ. നിങ്ങളങ്ങ് മിണ്ടാതെ ശാന്തമായി ചുമ്മാ നിന്നാൽ മാത്രം മതി. ഇത് മാത്രം പോരെ. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് കേട്ടാൽ പോരെ. നമ്മളെന്തിനാ പടവെട്ടുന്നേ? നമ്മളെന്തിനാ ഇതിൻ്റെ പുറകെ പോയി നമ്മൾ മുറിവേൽക്കുന്നേ? കർത്താവ് യുദ്ധം ചെയ്തോളാം എന്ന് നമ്മളോട് പറയാം. നമ്മളതിൻ്റെ ഇടയിൽ കയറി യുദ്ധം ചെയ്ത് കർത്താവിൻ്റെ പദ്ധതികളെ പൊളിക്കരുത്. ഇതാണ് ദൈവികമായ ഇടപെടൽ. ഡെക്ലറേഷൻ നോക്കാം, പ്രഖ്യാപനം. ഗോഡ് ഇൻ്റർവീൻസ് ഓൺ മൈ ബിഹാഫ് ടുഡേ. എനിക്ക് വേണ്ടി ദൈവം ഇന്ന് ഇടപെടും. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ഹിസ് മൈറ്റി ഹാൻഡ് ടേൺസ് മൈ ബാറ്റിൽ ഇൻ ടു ബ്ലെസ്സിങ്. കർത്താവിൻ്റെ ഇടപെടൽ, അല്ലെങ്കിൽ അവൻ്റെ ശക്തിയേറിയ ഭുജം, കരം എൻ്റെ യുദ്ധങ്ങളെ അനുഗ്രഹമാക്കി മാറ്റും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്നത് സംഭവിക്കും, ഈ ദിവസങ്ങളത് സംഭവിക്കും, ഈ വർഷം അത് സംഭവിക്കും. എല്ലാ യുദ്ധങ്ങളും അങ്ങോട്ട് എഴുതി കൊടുത്തേക്ക്, മൊത്തം എഴുതി കൊടുത്തേക്ക്. കർത്താവ് നമുക്ക് വേണ്ടി പൊരുതും, അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഒരു സ്ഥലത്ത് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പ്രതികാരം ചെയ്യും. നിങ്ങൾ പ്രതികാരം ചെയ്യാൻ പോകരുത്. നിങ്ങൾ പ്രതികാരം ചെയ്യുവാണെങ്കിൽ എൻ്റെ പ്രതികാരം ഞാൻ ചെയ്യില്ല.
ഈ പ്രതികാരം ദൈവത്തിനുള്ളതാണ്. ദൈവം പ്രതികാരം ചെയ്തോളും. നമ്മൾ ആരോടും പ്രതികാരത്തിന് പോകണ്ട, തീരുമാനിക്കുക. ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് ദയവായി നിങ്ങളത് വായിച്ച് ടിക്ക് ചെയ്യണം. ഡിവൈൻ ഇൻ്റർവെൻഷനെ കുറിച്ച് 4 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. 1 കുറിക്കുക. നമ്പർ 1, ഡിവൈൻ ഇൻ്റർവെൻഷൻ കംസ് വെൻ ഹ്യൂമൻ സ്ട്രെങ്ത് എൻഡ്സ്. മനുഷ്യൻ്റെ ശക്തി അവസാനിക്കുമ്പോൾ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഞാൻ സാധാരണ പറയാറുള്ളൊരു കാര്യം തന്നെ, മാൻസ് എക്സ്ട്രിമിറ്റി ഈസ് ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി. മനുഷ്യൻ തീർന്നു എന്ന് പറയുമ്പോൾ, മനുഷ്യൻ്റെ എല്ലാം തീരുമ്പോൾ അത് ദൈവത്തിന് അവസരമാണ് പ്രവർത്തിക്കാൻ. സാധാരണ രീതിയിൽ മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാറില്ല. മനുഷ്യരിതെല്ലാം കഴിഞ്ഞ് അടങ്ങിക്കഴിയുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പത്രോസിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. രാത്രി മൊത്തം അധ്വാനിച്ചു, തീർന്നു, ഇനി വല വഴി വീട്ടിൽ പോവുക. അപ്പോൾ കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചു. സോ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ അവനിൽ ആശ്രയിക്കുന്നൊരു പരുവം വരണം. അപ്പോഴേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് സംഗ്രഹിച്ചു വെച്ചിട്ടുള്ളത് മനുഷ്യപുത്രന്മാർക്കാണെങ്കിൽ പ്രവർത്തിച്ചതുമായ അവൻ്റെ നന്മ എത്ര വലുതാകുന്നു. 31-ാം സങ്കീർത്തനം 19-ാം വചനമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ ഈ 1-ാമത്തെ കാര്യം, ഡിവൈൻ ഇൻ്റർവെൻഷൻ കംസ് വെൻ ഹ്യൂമൻ സ്ട്രെങ്ത് എൻഡ്സ്. മനുഷ്യൻ്റെ ശക്തി തീരുമ്പോൾ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നു. ഗോഡ് സ്റ്റെപ്സ് ഇൻ വെൻ അവർ റിസോഴ്സസ് ഫെയിൽ ആൻഡ് അവർ പാത്ത് സീംസ് ബ്ലോക്ക്ഡ്. നമ്മുടെ പാതകളെല്ലാം ബ്ലോക്കായി, തടസ്സപ്പെട്ട്, അല്ലേ, നമ്മുടെ വഴികളെല്ലാം അടഞ്ഞ്, അതുപോലെ നമ്മുടെ കയ്യിലുള്ള വിഭവശേഷി മുഴുവൻ തീർന്നു കഴിയുമ്പോഴാണ് ദൈവം രംഗപ്രവേശം ചെയ്യുന്നത്. എല്ലാം അവസാനിച്ചു എന്ന് പറയുമ്പോൾ ദൈവം തുടങ്ങുന്നു. അതൊന്ന് കുറിക്കുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. എല്ലാം അവസാനിക്കുമ്പോൾ ദൈവം തുടങ്ങുന്നു. എഴുതിയേ, എല്ലാം അവസാനിക്കുമ്പോൾ ദൈവം തുടങ്ങുന്നു. When Israel stood before the Red Sea, when the enemy behind them, God revealed his power. ഇസ്രായേൽ ജനം വന്ന് ചെങ്കടലിന് മുമ്പിൽ നിൽക്കുന്നു. ശത്രുക്കൾ വന്ന് പിന്നിൽ അണിനിരന്നിരിക്കുന്ന ആ സമയത്താണ് ദൈവം തൻ്റെ ശക്തിയെ പ്രദർശിപ്പിച്ചത്. കാരണം പോകാൻ 4 ദിശയിലേക്കും പോകാൻ സാധ്യമല്ല. ആ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ ദൈവം ഇടപെടാൻ തുടങ്ങി. ഡിവൈൻ ഇൻ്റർവെൻഷൻ ഈസ് ഗോഡ് എൻ്ററിങ് ഹ്യൂമൻ ഇംപോസിബിലിറ്റി. മനുഷ്യൻ്റെ അസാധ്യതകളിലേക്കുള്ള ദൈവത്തിൻ്റെ രംഗപ്രവേശമാണ് ദൈവിക ഇടപെടൽ. മനുഷ്യൻ്റെ എല്ലാം തീർന്നു. എക്സഡസ് 14:13-14, 14-ാമത്തെ വചനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 13 മുതൽ വായിച്ചു നോക്കണം, പിന്നീട് വായിച്ചാൽ മതി. അവിടെ കാണുന്നത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ പ്രസക്ത ഭാഗം, ദ ലോർഡ് വിൽ ഫൈറ്റ് ഫോർ യു. ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പറഞ്ഞ ഒന്നുകൂടെ, അതൊന്ന് ടൈപ്പ് ചെയ്തിട്ട് വീണ്ടും, ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യുദ്ധം കർത്താവിനുള്ളത്. കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. Psalm 46 verse number 1, God is our refuge and strength. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കർത്താവാണ് നമ്മുടെ സങ്കേതവും അതുപോലെ തന്നെ ബലവും. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, ദൈവം എൻ്റെ സങ്കേതവും ബലവും ആകുന്നു. വീണ്ടും പറ, ദൈവം എൻ്റെ സങ്കേതവും ബലവും ആകുന്നു. അത് എഴുതി വെക്കണം, ടൈപ്പ് ചെയ്തിടണം. ദൈവം എൻ്റെ സങ്കേതവും ബലവും ആകുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ ആരെ പേടിക്കാനുള്ളത്? കർത്താവ് എൻ്റെ സങ്കേതവുമാണ് ബലവുമാണ്. 2 Chronicles chapter 20 and verse number 15. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ദ ബാറ്റിൽ ഈസ് നോട്ട് യുവേഴ്സ് ബട്ട് ഗോഡ്സ്. ഇത് ജെഹോഷഫാത്തിൻ്റെ കഥയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ പരാമർശിച്ചു പോയി. ഒരു രാജാവ് യുദ്ധത്തിന് പാട്ടും പാടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ ആ രാജാവാണ് യഹോഷഫാത്ത്. വാളും പരിചയവും കുന്തവും മിസൈലും ഒക്കെ എടുക്കുന്നതിന് പകരം, ബോംബ് എടുക്കുന്നതിന് പകരം ഇവർ കൊണ്ടുപോയത് ഗിറ്റാറും വയലിനും വീണയൊക്കെ ആയിട്ടാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടാണ് പോകുന്നത്. പക്ഷേ പണ്ടേ കർത്താവിൻ്റെ ഒരു പോളിസിയാണ്, യൂദ മുന്നിൽ പോകട്ടെ. യൂദ എന്ന് വെച്ചാൽ ജൂഡ എന്ന് വെച്ചാൽ പ്രീസ്. ആദ്യം എന്താ പോകേണ്ടത്? അവരെ പാളയം, ഒരു സ്ഥലത്ത് നിന്ന് പാളയം ഇറങ്ങി അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ
ഏറ്റവും ഫ്രണ്ടിൽ നടക്കേണ്ടത് സിംഹത്തിൻ്റെ പ്രതീകമുള്ള കൊടിയോടുകൂടിയ, സിംഹത്തിൻ്റെ ചിഹ്നമുള്ള കൊടിയുള്ള യഹൂദയാണ് പോകേണ്ടത്. അതിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. സ്തുതി മുന്നിൽ പോകട്ടെ. എന്തിൻ്റെയും ആദ്യം സ്തുതി പോകാമെങ്കിൽ പുറകോട്ടുള്ള എല്ലാവർക്കും വിജയസാധ്യതയുണ്ട്, വിജയം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ബാറ്റിൽ ഈസ് നോട്ട് യുവേഴ്സ് ബട്ട് ഗോഡ്സ്. ജെഹോഷഫാത്ത് ആരാധിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവരെ യുദ്ധത്തിന് പോയി. ദൈവം അങ്ങിറങ്ങി, സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവം അങ്ങിറങ്ങി വന്നു. എല്ലാ കാര്യങ്ങളും കർത്താവ് അങ്ങ് ചെയ്തു. ഇവർക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. ചില സമയത്ത് പാലമൊക്കെ തകർന്നു പോകും. പാലം തകരുന്ന സമയത്ത് സാധാരണ ബോട്ടും അവരൊക്കെ നടന്നൊന്നും പോയി രക്ഷിക്കാൻ സാധ്യമല്ലാത്തതിൻ്റെ ഹെലികോപ്റ്ററിലായിരിക്കും ആളുകൾ ഇറങ്ങി വന്ന് വെള്ളത്തിൽ പോയ ആളുകളെയൊക്കെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ വരണം. ഇതുപോലെ നമ്മുടെ മാനുഷികമായ സകലവും സമാപിക്കുമ്പോൾ, എല്ലാം പര്യവസാനിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരിടപെടൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ, ദൈവിക ഇടപെടൽ ഉണ്ടാകും. എത്ര പേർ വിശ്വസിക്കുന്നു? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ പ്രശ്നങ്ങളിൽ, എൻ്റെ കേസ് നടക്കുവാണ് കുറേ വർഷങ്ങളായി, ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാവും. വിശ്വസിക്കേ. സാമ്പത്തികമായ വലിയ ക്രൈസിസിലൂടെ പോവുകയാണ്, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയില്ല, ഒരു ദൈവിക ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. വിശ്വസിക്കുമെങ്കിൽ, ദൈവത്തിനൊരവസരം കൊടുക്കുമെങ്കിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകും. ശത്രുക്കൾ മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്, മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങളെ കണ്ണിൽ നോക്കി പറയുന്നൊരു ദൈവിക ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. സെക്കൻഡ് പോയിൻറ്റ്, ഗോഡ് ഇൻ്റർവീൻസ് ഫോർ ദോസ് ഹു ട്രസ്റ്റ് ആൻഡ് വെയിറ്റ്. തന്നിൽ വിശ്വസിക്കുകയും തനിക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ദൈവം ഇടപെടുന്നത്. ആരൊക്കെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു, കർത്താൽ വിശ്വസിച്ചിരിക്കുന്നു, ആരൊക്കെ കർത്താവിനെ കാത്തിരിക്കുന്നു, അവർക്ക് വേണ്ടി ദൈവം ആകാശം ചായ്ച്ച് ഇറങ്ങി വരും. സ്റ്റിൽനെസ് ഈസ് നോട്ട് പാസിവിറ്റി ബട്ട് ഫെയ്ത്ത്. ഇവിടെ എല്ലാം പറഞ്ഞില്ല, മിണ്ടാതിരുന്ന് ദൈവത്തെ അറിഞ്ഞോളാൻ പറഞ്ഞു. ബി സ്റ്റിൽ, ബി സ്റ്റിൽ, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. അപ്പോൾ ആ സ്റ്റിൽനെസ് ഈസ് നോട്ട് പാസിവിറ്റി ബട്ട് ഫെയ്ത്ത്. അവിടെ ശാന്തമായിരിക്കുക, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉദാസീനതയാണെന്നല്ല, നിഷ്ക്രിയത്വം എന്നല്ല അതിൻ്റെ അർത്ഥം, വിശ്വാസം. ഒരാൾ ശാന്തമായിട്ടിരിക്കും, എൻ്റെ അർത്ഥം വിശ്വാസം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യാൻ പോവുക, ഭയങ്കരമായി താഴേക്ക് വീണുകൊണ്ടിരിക്കുക. അപ്പോൾ ആളുകളെല്ലാം ഭയങ്കരമായി കരയാൻ തുടങ്ങി. അപ്പോൾ ഒരാളിങ്ങനെ ഉറങ്ങി ഇങ്ങനെ വരുവാണ്. അപ്പോൾ ആ സമയത്ത് അടുത്തിരിക്കുന്ന ആളെ കൂലിക്ക് വിളിച്ചിട്ട് പറഞ്ഞത് ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ അർത്ഥം എല്ലാവരും കിടന്ന് കരയോ, നിങ്ങളും കരയുന്നു. പകുതി ഉറക്കത്തിൽ ഇങ്ങനെ എന്നിട്ട് പറഞ്ഞു, കൊടുങ്കാറ്റിൽ യേശു ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉറങ്ങും. അയാളപ്പം തന്നെ കിടന്ന് വീണ്ടും ഉറങ്ങി. എനിക്കിതുപോലെ സംഭവിച്ചിട്ടുണ്ട്. സാധാരണ പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു പേടി അകത്ത് വരാറുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം എവിടെയോ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഭയങ്കരമായ ക്ഷീണമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഒരു സ്ഥലത്തുനിന്ന് ഫ്ലൈറ്റ് പൊങ്ങി കുറേ കഴിഞ്ഞ്, ഒരു 45 മിനിറ്റ് 1 മണിക്കൂറോ കഴിഞ്ഞ് ഞാൻ കണ്ണുറന്ന സമയത്ത് പുറത്തേക്ക് നോക്കിയപ്പോൾ അതുപോലെ തന്നെ ഇരിക്കുന്നല്ലോ, അതേ എയർപോർട്ട് പോലെ. ഇത് സെയിം എയർപോർട്ടാണ്. അപ്പോൾ അടുത്ത ആളോട് ഞാൻ ചോദിച്ചു, ഇതെന്താ സെയിം എയർപോർട്ടാണ്, നമ്മൾ പോയില്ലേ? കാരണം ഇനിയൊന്ന് ഫ്ലൈറ്റ് റൺവേയിലുള്ളപ്പോൾ തന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. സാധാരണ ഞാൻ ഫ്ലൈറ്റിൽ ഉറങ്ങാറില്ല, അന്ന് ഭയങ്കര ക്ഷീണമായതുകൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത്, താനൊന്നും അറിഞ്ഞില്ലേ, ഈ സംഭവിച്ചൊന്നും അറിഞ്ഞില്ലേ? എടോ, ഇത് ഫ്ലൈറ്റ് ഇവിടെ നിന്ന് പൊങ്ങി മുകളിലെത്തിയപ്പോഴാണ് എന്തോ തകരാറ് ഉണ്ടായിട്ട് കുറേ പ്രാവശ്യം മുകളിൽ കിടന്ന് കറങ്ങിയിട്ട് അതേ എയർപോർട്ടിൽ ഇറക്കിയേക്കുവാണ്. ഇവിടെ നടന്ന ബഹളമൊന്നും താൻ അറിഞ്ഞില്ലേ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും വലിയ എൻജിൻ എന്തോ പ്രശ്നങ്ങളുണ്ടായി. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആളുകളൊക്കെ ഭയങ്കരമായി പേടിച്ചു, ഭയങ്കരമായ ഡിസ്കഷൻസും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ കുറേ കഴിയുമ്പോൾ അവിടെ തന്നെ ഇറക്കി
പിന്നെ അവിടെ നിന്ന് തന്നെ ബസ്സിൽ കൊണ്ടുപോയി വേറൊരു ഫ്ലൈറ്റിൽ കയറ്റി വിട്ടു. പക്ഷെ ഒന്നും ഞാൻ അറിഞ്ഞില്ല എന്നതുപോലെ അത് പിന്നെ ബോധമില്ലാതെ ഉറങ്ങിപ്പോയതുകൊണ്ടാണ്. ബോധം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നോർമലി യേശു കർത്താവ് കൊടുങ്കാറ്റിൽ കിടന്നുറങ്ങി. അതിൻ്റെ അർത്ഥം മടിയനായതുകൊണ്ടും അലസനായതുകൊണ്ടും ഉറങ്ങണമെന്നല്ല. അതിൻ്റെ അർത്ഥം ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എൻ്റെ പിതാവെല്ലാം നോക്കിക്കോളും. എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട പിതാവാണ്. പിതാവ് കാര്യങ്ങളൊക്കെ മാത്രമല്ല അവൻ്റെ കമാൻഡിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. കൊടുങ്കാറ്റ്. അതിനുശേഷം കർത്താവ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ നിന്നല്ലോ. അപ്പോൾ തന്നിൽ ആശ്രയിക്കുകയും തനിക്കായി കാത്തിരിക്കുന്നവർക്കും വേണ്ടിയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. വെയിറ്റിംഗ് ഓൺ ഗോഡ് ഓപ്പൺസ് ദ ഡോർ ഫോർ ഹിസ് ആക്ഷൻ. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനായി വാതിലുകൾ തുറക്കുകയാണ്. ബിക്കോസ് ഐ എം വെയിറ്റിംഗ് ആൻഡ് വെയിറ്റിംഗ് ആൻഡ് വെയിറ്റിംഗ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ഹിം ടു ഇൻ്റർവീൻ. ദൈവിക ഇടപെടലിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ്റെ നിലവിളി കേട്ടു അല്ലേ എന്ന് പറഞ്ഞ പോലെ ദോസ് ഹൂ റിലൈ ഓൺ ഹിം വിൽ സീ ഹിസ് സാൽവേഷൻ. അവനെ കാത്തിരിക്കുന്നവർ, അവനിൽ വിശ്വസിക്കുന്നവർ, അവനെ ആശ്രയിക്കുന്നവർ തൻ്റെ രക്ഷയെ കാണും. Psalm 37 verse number 7. Be still before the Lord. അവൻ്റെ മുമ്പാകെ മിണ്ടാതിരിപ്പീൻ. ഒന്നും ഒച്ച വെക്കാതിരിക്കും, ബഹളം വയ്ക്കാതിരിക്കും, കലവില കൂട്ടാതിരിക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ ബഹളം വെക്കട്ടെ. Isaiah 30 verse number 15. In quietness and trust is your strength. ഭയങ്കരമായ ശാന്തതയിലും ആശ്രയത്തിലും ആണ് നിങ്ങളുടെ ശക്തി ഇരിക്കുന്നത്. ഒന്ന് പരീക്ഷിച്ച് നോക്ക്. എല്ലാ ദിവസവും രാവിലെ കുറേ നേരം ക്വയറ്റ് ടൈം ശാന്തമായി ദൈവസന്നിധിയിലിരിക്കുക. അവനിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ മിണ്ടാതിരിക്കുക. കർത്താവ് സംസാരിക്കട്ടെ, കർത്താവ് ഇടപെടട്ടെ. നമ്മളിവിടുന്ന് ബഹളം കൂട്ടുന്നതുകൊണ്ട് കർത്താവിനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല പ്രവർത്തിക്കാൻ. Lamentations 3:26 നോക്കാം. ഇറ്റ് ഈസ് ഗുഡ് ടു വെയിറ്റ് ക്വയറ്റ്ലി ഫോർ ദ സാൽവേഷൻ ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ രക്ഷയ്ക്കായി ശാന്തമായി കാത്തിരിക്കുന്നത് നല്ലത്. വിലാപങ്ങളുടെ പുസ്തകം 3:26 പറഞ്ഞത്. ഇനി ഒരു ഹോസ്പിറ്റലിൽ ഒരു സർജറി നടക്കുകയാണ്. ഈ സർജറി നടക്കുന്ന സമയത്ത് സാധാരണ ഒരു ലോക്കൽ അനസ്തേഷ്യോ ജനറൽ അനസ്തേഷ്യോ കൊടുക്കും അല്ലേ. എന്ന് വെച്ചാൽ ഈ സർജറിക്ക് വിധേയനാകുന്ന വ്യക്തി ചുമ്മാ കിടന്നു കൊടുക്കണം. സാധാരണ ചിലപ്പോൾ പച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞ വേദന കൊണ്ട് ചിലപ്പോൾ എല്ലാം പറിച്ച് ഓടും. അതുകൊണ്ട് അനസ്തേഷ്യ കൊടുത്ത് മയക്കുമരുന്ന് കൊടുത്ത് അവിടെ കിടത്തും. മയക്കുമരുന്ന് എന്നാണോ പറയുന്നത്, ബോധം കിടത്തുന്ന മരുന്ന്, മറ്റേ ഡ്രഗ്സ് അല്ല ഉദ്ദേശിച്ചത്. അവിടെ കിടത്തും. അങ്ങനെ കിടന്നാൽ മാത്രമേ എന്തെങ്കിലും അതിൽ പണിയെടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ സർജറി ചെയ്യാൻ പറ്റൂ. ഒരു ട്യൂമർ എടുത്ത് മാറ്റണം, വേറെ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കണം. എന്തിനായാലും അങ്ങ് കൊടുത്താൽ, കിടന്നു കൊടുത്താലേ അത് ശരിയാവുള്ളൂ. വെയിറ്റിംഗ് ഈസ് നോട്ട് വീക്ക്നെസ്, ഇറ്റ് ഈസ് കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് ഹാൻഡ്. ഈ സർജറിക്ക് വിധേയനാകുന്ന വ്യക്തിക്കൊരു വിശ്വാസമുണ്ട് ഡോക്ടറിൽ. എന്നെ ബോധം കെടുത്തി അദ്ദേഹം മുറിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഡോക്ടറിൻ്റെ വൈദഗ്ധ്യത്തിൽ അദ്ദേഹം വിശ്വസിച്ചാണ് കിടന്നു കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് കർത്താവിൽ വിശ്വാസമുണ്ടെങ്കിൽ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ വായിക്ക് സിപ്പിട്ട് മര്യാദയ്ക്കിരിക്കും. ഇല്ലെങ്കിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്പർ 3, ഡിവൈൻ ഇൻ്റർവെൻഷൻ ചേഞ്ചസ് ദ കോഴ്സ് ഓഫ് ബാറ്റിൽസ്. യുദ്ധത്തിന് വഴിത്തിരിവുണ്ടാക്കുന്നത് ദൈവിക ഇടപെടലുകളാണ്. ഒരു യുദ്ധം നടക്കുന്നു, ആ യുദ്ധത്തിൻ്റെ കോഴ്സ് തന്നെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ദൈവം ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ തോറ്റുപോയനെ. When God intervenes, enemies are confused and the situations are reversed. ദൈവം ഇടപെടുന്ന സമയത്ത് ശത്രുക്കളുടെ ഇടയിൽ ഒരു വലിയ ആശയക്കുഴപ്പമുണ്ടാവും. എന്നിട്ട് അവർ ചിതറും, എല്ലാം തിരിയും. അതുവരെ പോയിക്കൊണ്ടിരുന്നത് മുഴുവൻ തിരിഞ്ഞു വരും. വാട്ട് ലുക്ക് ലൈക്ക് ഡിഫീറ്റ് ബിക്കംസ് ടെസ്റ്റിമോണി. ഇതുവരെ പരാജയം എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന സ്ഥാനത്ത് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, യുദ്ധവീരനായ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു എന്നുള്ള സാക്ഷ്യമായിട്ട് പുറത്തു വരും. എത്ര പേർക്ക് സാക്ഷ്യം ഇഷ്ടമാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് സാക്ഷ്യം. ഒരാളുടെ സാക്ഷ്യം കേട്ടാൽ ഓ മൈ ഗോഡ്. ചില സമയത്ത് ഞാൻ സ്റ്റേജിൽ ആളുകൾ വന്ന് സാക്ഷ്യം പറയുന്ന സമയത്ത് ഈ
എൻ്റെ കൈയും കാലുമൊക്കെ ഏതെങ്കിലും ഒരു ഇലക്ട്രിക് വയർ, വിദ്യുച്ഛക്തി പ്രവഹിക്കുന്ന വയറുമായി കണക്ട് ചെയ്തതുപോലെ പെട്ടെന്ന് എനിക്കൊരു പ്രത്യേകമായൊരു ഒരു പവർ, ഇലക്ട്രിക് പവർ കയറുന്ന പോലെ ഞാൻ ഫുൾ ചാർജ് ആവും. സാക്ഷ്യം 2-3 കേട്ടാൽ മതി. വാവ്, സാക്ഷ്യം പറയാൻ റെഡി ആയിക്കോ. എസ്തർ ചാപ്റ്റർ 6 വേഴ്സ് 1-11. എസ്തറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 11 വരെ വായിക്കുമ്പോൾ ഗോഡ് ടേൺഡ് ഹാമാൻസ് പ്ലാൻ. അവിടെ ഒരു ഹാമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഹനുമാനല്ല, ഹാമാൻ. ഈ മനുഷ്യൻ മൊർദെഖായി എന്ന് പറഞ്ഞ വളരെ ദൈവഭക്തനായ നല്ലൊരു മനുഷ്യൻ, ഒരു അനാഥ കൊച്ചിനെ എടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യനെതിരെ ഒരു സ്കീമൊക്കെ ഉണ്ടാക്കി അയാളെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കഴുമരം വരെ ഉണ്ടാക്കി വെച്ചു. പക്ഷേ ദൈവിക ഇടപെടലുണ്ടായപ്പോൾ അതങ്ങ് തിരിഞ്ഞു. വാവ്! അയാളുണ്ടാക്കിയ കഴുമരത്തിൽ അയാളെ തന്നെ തൂക്കി. എന്നിട്ട് രാജാവ് ഈ മൊർദെഖായി ഒത്തിരി എല്ലാം അങ്ങ് തിരിഞ്ഞു. രാജാവ് തന്നെ അങ്ങ് മാനിച്ച് ഭയങ്കര പദവി കൊടുത്തു. ഞാനെന്താ പ്രൊഫറ്റിക്കായിട്ട് ചിലരോട് സംസാരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, നിങ്ങളായിരിക്കുന്ന എവിടെയെങ്കിലും, നിങ്ങളായിരിക്കുന്ന കുടുംബത്തിൽ ഒക്കെ നിങ്ങൾ ഒത്തിരി കോർണേഡായി നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ തകർക്കാൻ, നിങ്ങളെ പ്രൊമോഷനെ തകർക്കാൻ, നിങ്ങളെ ഒതുക്കാൻ, നിങ്ങളെ ഇവിടുന്ന് പുകച്ച് പുറത്തി അടിക്കാൻ, കരിവേപ്പില പോലെ എടുത്തെറിയാനൊക്കെയുള്ള പദ്ധതികൾ പിശാച് മനുഷ്യരിലൂടെ പലതും ഒരുക്കി കാണും. പക്ഷെ ഡിവൈൻ ഇൻ്റർവെൻഷൻ ഉണ്ടാകുമ്പോൾ, ദൈവം ഇടപെടുമ്പോൾ ഇതങ്ങ് തിരിയും. ദൈവം നിങ്ങളെ ഉയർത്തും, ഇത് നന്മയ്ക്കാക്കി മാറ്റും. ഞാനാ പറയുന്നത്, ഞാനൊരു ദൈവദാസനാണെന്നങ്ങ് വിശ്വസിച്ചു, ഇത് സംഭവിക്കും. ഡാനിയൽ 6:22. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ ഗോഡ് ഷട്ട് ദ ലയൺസ് മൗത്ത്. അറിയാലോ, ദാനിയേലിൻ്റെ പല കഥകളുണ്ട്. അതിലൊന്നാണ് ഏറ്റവും പ്രോമിനൻ്റായി നിൽക്കുന്നതാണ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ കൊണ്ടുപോയിട്ടു. അതും പട്ടിണിക്കിട്ട സിംഹങ്ങളുടെ ഗുഹയിൽ കൊണ്ടുപോയിടുക. ഗുഹയിലേക്ക് വീണാൽ ഉടൻ തന്നെ സകല സിംഹങ്ങളുടെ കൈയും കാലും നെഞ്ചും കണ്ണും കരളും എല്ലാം പറിച്ച് അവർ ശാപ്പിടും. അതിലേക്കാണ് ഈ ദൈവത്തിൻ്റെ അഭിഷിക്തനായ പ്രവാചകനായ ദാനിയേലിനെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. എന്ത് സംഭവിച്ചു? ദൈവം ഈ ഗുഹയ്ക്കകത്ത് കിടക്കുന്ന സിംഹത്തിൻ്റെ വായ് അടച്ചു, അത് മുഴുവനും താഴിട്ടു പൂട്ടി. വായ് തുറക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് രാജാവ് തന്നെ വന്ന്, അയ്യോ ദാനിയേലിന് വല്ലതും പറ്റിയോ? നീ ജീവിച്ചിരിക്കുന്നോ? നിൻ്റെ ദൈവം നിന്നെ രക്ഷിച്ചോ എന്ന് രാജാവ് അവിടെ നിന്ന് ചോദിക്കുക. അവനെ പുറത്തെടുത്തു. ഇതുപോലെ കാര്യങ്ങളെ തിരിക്കാൻ ദൈവത്തിന് സാധിക്കും. ദിസ് ഈസ് ദി ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ. അത്ഭുതങ്ങൾ നടക്കുന്ന വർഷമാണ്. വലിയ മിറക്കിൾസ് നടക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിലേക്ക് വന്നാലോ, ആക്ട്സ് 12:6-11, 6 മുതൽ 11 വരെ വായിക്കുമ്പോൾ പീറ്റർ റിലീസ്ഡ് ഫ്രോം പ്രിസൺ, അല്ലേ? ഈ പത്രോസിനെ കൊണ്ടുപോയി ജയിലിലിട്ടിരിക്കുകയാണ്. പല വാതിലുകളുടെ പൂട്ടി. അതുകൂടാതെ കാവൽക്കാർ, ഭടന്മാർ രാവും പകലും ഷിഫ്റ്റ് അനുസരിച്ച് മാറി മാറി നിൽക്കുകയാണ്. പക്ഷേ ഇവർ ഇത്രയും കാവലും ഇതൊക്കെ ബന്ദോബസ്താക്കി വെച്ചെങ്കിലും ദൂതൻ വന്ന് എല്ലാ വാതിലും തുറന്ന് ആളെ പുറത്തു വിട്ടു. പിന്നെ കാണുന്നത് റോദ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വീട്ടിൽ ചെന്നു. ആ വീട്ടിലുണ്ടായിരുന്നു. കൂട്ടായ്മയിൽ തിരിച്ചെത്തി. ഒരുപക്ഷെ ഒരു കപ്പൽ ഇങ്ങനെ ഇടിക്കാൻ വേണ്ടി ഒരു പാറക്കൂട്ടത്തിലോട്ട് നിയന്ത്രണം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തായിരിക്കും പെട്ടെന്നൊരു കാറ്റ് വീശി ഈ കപ്പലിൻ്റെ ഗതി തിരിച്ച് വേറെ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ കപ്പൽ ഇടിച്ച് തകരുന്ന വലിയ ആ ഭയങ്കരമായ ആപത്ത് തടയപ്പെടുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും മുട്ടിത്തകരേണ്ട, ഇപ്പോഴെല്ലാം തീരും എന്ന് പറയുമ്പോൾ ദൈവിക ഇടപെടൽ ഉണ്ടാവും. ഞാനാ പറയുന്നത്, വിശ്വസിക്കുക, ഉണ്ടാവും. ഒരു കാര്യം കൂടി പറയാം. ഡിവൈൻ ഇൻ്റർവെൻഷൻ പ്രൊഡ്യൂസസ് വർഷിപ്പ് ആൻഡ് ടെസ്റ്റിമോണി. ദൈവിക ഇടപെടൽ ഉണ്ടായാൽ അതിന് പുറകെ എന്തുണ്ടാവും? വലിയൊരു ആരാധന പ്രതീക്ഷിച്ചോ, വലിയൊരു അനുഭവ സാക്ഷ്യം ഉണ്ടായിരിക്കും. വാവ്! ഗോഡ്സ് മൈറ്റി ആക്ട്സ് റിസൾട്ട് ഇൻ പ്രൈസ് ആൻഡ് റിമെമ്പറൻസ്. ദൈവത്തിൻ്റെ ഭയങ്കരമായ പ്രവൃത്തികൾ ദൈവത്തിന് സ്തുതി വർദ്ധിക്കുവാനും അതെല്ലാവരും ഓർക്കാനും അതിന് ജ്ഞാപകങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഇടയാവും.
Intervention leads to songs of victory and stories of faith for generations. ദൈവം ഇടപെട്ടാൽ സംഭവിക്കാൻ പോകുന്നത് ജയഗീതങ്ങൾ പുറത്തു വരും. ജയഗീതങ്ങൾ, ഇപ്പോൾ സിയോൻ ഗീതാവലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പാട്ടുപുസ്തകങ്ങൾ നമ്മൾ ഇവിടെ ഇല്ല. ബ്ലെസ്സിങ് ടുഡേ തന്നെ എനിക്ക് തോന്നുന്നു 90s തുടങ്ങി പാട്ടുപുസ്തകം പ്രിൻ്റ് ചെയ്യുമായിരുന്നു. പല രീതിയിലുള്ള പാട്ടുപുസ്തകം ധാരാളം നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ട് അവസാനം 4 ലാംഗ്വേജിലുള്ളത്. ഇപ്പോൾ പിന്നെ അധികം അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ബുക്കായിട്ട് പ്രിൻ്റ് ചെയ്യുന്നില്ല. അതിൽ നമ്മൾ ഓർക്കേണ്ടത്, അതിൽ തന്നെ ജയഗീതങ്ങൾ എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റ് കാണാം. എന്ന് വെച്ചാൽ വിക്ടറി സോങ്സ് ആണ്, സോങ്സ് ഓഫ് വിക്ടറി. ഇത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ദൈവിക ഇടപെടൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ റിസൾട്ടാണ് സോങ്സ് ഓഫ് വിക്ടറി. അതുപോലെ സ്റ്റോറീസ് ഓഫ് ഫെയ്ത്ത് ഫോർ ജനറേഷൻസ്, വിശ്വാസത്തിൻ്റെ കഥകൾ, അനേക തലമുറകളോളം നിൽക്കുന്ന കഥകളാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. എക്സഡസ് 15 and verse number 1, പുറപ്പാട് പുസ്തകം 15:1, ദ സോങ് ഓഫ് മോസസ്, മോശയുടെ പാട്ടുണ്ട് അവിടെ. അതെപ്പോഴാണ്? 14-ാം അധ്യായത്തിലാണ് ചെങ്കടൽ കടക്കുന്നത്. 15-ാം അധ്യായം എത്തുമ്പോൾ ഭയങ്കരമായൊരു പാട്ട്, ഒരു ആരാധന വെളിപ്പെട്ടു. Psalm 66 verse number 5, 66-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വചനത്തിൽ, come and see what God has done. കർത്താവ് ചെയ്തതെന്തെന്ന് വന്ന് കാൺമിൻ. Luke 1:49, the mighty one has done great things. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ലൂക്കോസ് 1:49 പാടുക. ഒരാൾ യാത്ര ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ. ഇയാൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായി ഒരുപക്ഷെ ഒരു കള്ളന്മാരുടെ ഇടയിലോ അല്ലെങ്കിൽ ഭയങ്കരമായൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എന്നാൽ ഒരാൾ അതിന് സാഹസികമായി വന്ന് അയാളെ രക്ഷപ്പെടുത്തുന്നു. ജീവിതകാലത്ത് അയാളെ മറക്കുമോ? വഴിപോക്കർ ഒത്തിരി ഉണ്ട്, ഹായ് പറയുന്നവരും ഒക്കെ ഒത്തിരി കാണും. ഒരു കടയിൽ ചെല്ലുമ്പോൾ സെയിൽസ് ഗേൾസിനെ കാണും, സെയിൽസ് ബോയ്സിനെ കാണും. ഇതൊക്കെ നമ്മൾ മറന്നു പോകാം. എന്നാൽ നമ്മെ ജീവൻ നഷ്ടപ്പെടേണ്ട സ്ഥാനത്ത് നമ്മളെ രക്ഷിച്ചൊരാളെ നമ്മൾ മറക്കും? നോർമലി നോ. ഇതുപോലെ ദൈവിക ഇടപെടൽ ഉണ്ടാകുമ്പോൾ, ദൈവം നമ്മെ തക്ക സമയത്ത് ഇടപെട്ട് രക്ഷിക്കുമ്പോൾ, ആ നന്ദിയിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരാധന, ദൈവത്തിനുള്ള സ്തുതിയൊക്കെ പുറത്തേക്ക് വരുന്നതും ആൻഡ് സാക്ഷ്യങ്ങൾ നമ്മൾ പറയാൻ തുടങ്ങുന്നതും. ആർ യു റെഡി ടു ടെസ്റ്റിഫൈ ടു ദ ലോർഡ്? സാക്ഷ്യം പറയാൻ റെഡിയാണോ? അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിങ്ങൾ അനുഭവിക്കാൻ പോവുക. അപ്പം നമുക്ക് ഈ സമയത്തൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ വീണ്ടും വീണ്ടും പറയാം, നിങ്ങളുടെ കണ്ണിൽ നോക്കി ദൈവിക ഇടപെടലുകൾ നിങ്ങൾ അനുഭവിക്കാൻ പോവുക. ഒന്ന് കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ടൈപ്പ് ചെയ്യുക, ഞാൻ ദൈവിക ഇടപെടലുകൾ അനുഭവിക്കും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തു തരും. കർത്താവെ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. രോഗികൾക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. തലയുടെ പുറകിലായിട്ട് ഈ കഴുത്തിൻ്റെയും തലയുടെയും ജോയിൻറ്റിൻ്റെ ആ ഭാഗത്ത് പെയിനുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ശരീരത്തിൽ ചില മുഴകൾ അത് യേശുവിൻ്റെ നാമത്തിൽ ഡിസോൾവ് ചെയ്ത് മാറിപ്പോട്ടെ ഇൻ ജീസസ് നെയിം. കാലിൻ്റെ വിരലിൻ്റെ ഓരോ ഈ ഗ്യാപ്പിലും എന്ത് വ്രണങ്ങൾ പോലെ വന്നിരിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. ഷുഗർ ലെവൽ ചിലർക്ക് കൂടി വരുന്നത് നോർമലാകട്ടെ. അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ ബ്ലസ് ചെയ്യുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും കൈനീട്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ ജനങ്ങളോട് ചേർന്ന് അവരുടെ ആവശ്യങ്ങൾ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്തതിനായി നന്ദി ഇൻ ജീസസ് നെയിം. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.